അങ്ങനെ നമ്മുടെ അജയും സത്യം സാറും കൂടി നമ്മുടെ അഞ്ജനേനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് അവർ രണ്ടാളും പുറത്ത് നിൽക്കുന്നതാണ് പിന്നെ കാണിക്കണത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ എത്തുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അജയ് സാർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അജയ് അഞ്ജനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിന്നാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയോട് നമ്മുടെ ഭൂമി പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ കൊന്നതാ മുത്തശ്ശി, എനിക്ക് അതിനുള്ള തെളിവ് ഞാൻ അജയ് സാറിനെ കാണിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെ കൊലപ്പെടുത്തിയതാണ് മുത്തശ്ശി, ആ ദുഷ്ടജന്മങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നത് നീ വിഷമിക്കാതിരിക്കുക, അങ്ങനെ ആ ദുഷ്ടജീവികളൊക്കെ കുറേ കാലം ദൈവം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകില്ല, അവരെന്തായാലും നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കും നമ്മുടെ അജയ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മുത്തശ്ശിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി ഇറങ്ങണ സമയത്ത് നമ്മുടെ ഭവാനിക്കാണെങ്കിൽ ആകെ പേടിച്ച് വരയ്ക്കുന്നുണ്ട്, അവൾ കുടുങ്ങുമോ വിചാരിച്ചിട്ട്. എന്തായാലും ഭവാനി ഓടി വന്ന് പിന്നിൽ വന്നിട്ട് നമ്മുടെ ഭൂമിയോട് ചോദിക്കുന്നുണ്ട് നിനക്കറിയോ ആരാ നിൻ്റെ അച്ഛനെ കൊന്നത്, നിനക്കറിയോ ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ തെളിവുണ്ട് പറഞ്ഞിട്ട് ആ ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭവാനിയുടെ കയ്യിൽ. ഭവാനി ആ കത്തെടുത്ത് വായിക്കുന്നുണ്ട്. അവളുടെ പേരെങ്ങാനും ആ കത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.